ആസ്ഥാന മന്ദിരങ്ങൾ ജനങ്ങളോട് പറയുന്നത്. ബൂർഷ്വാസികളുടെയും പ്രതിക്രിയവാദികളുടെയും നവലിബറൽ ആശയങ്ങൾ ഉണ്ടാക്കിയ മാറ്റങ്ങൾ ആഴത്തിൽ കൂലങ്കഷമായി പഠിച്ച് പുതിയ ചൂഷണ സംവിധാനങ്ങൾക്കെതിരെ പ്രചരണവും ബഹുജന പ്രക്ഷോഭങ്ങളും ആസൂത്രണം ചെയ്ത് നവ റാഡിക്കലിസ്റ്റുകളെ മൂടോടെ പിഴുതുമാറ്റി കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പറഞ്ഞ് ക്യാപിറ്റലിസ്റ്റ് മെത്തേഡിൽ അത്യാവശ്യം ക്യാപിറ്റലൊക്കെ ഉണ്ടാക്കി ഒരു പുതുപുത്തൻ നവകേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ കാലത്തിനൊത്ത് കോലവും മാറുക എന്ന മധുര കോൺഫറൻസിന്റെ ആ പ്രഖ്യാപിത ലക്ഷ്യം സാക്ഷാത്കരിക്കുന്ന സന്തോഷത്തിലാണ് ഇന്ന് കേരളത്തിലെ CPM-കാർ. കേരളത്തിലെ ബൂർഷ്വാ ഭൂപ്രഭു സംവിധാനങ്ങൾക്കെതിരെ പടപ്പുറപ്പാട് നടത്തി 61 വർഷങ്ങൾ കൊണ്ട് അവർ പടുത്തുയർത്തിയ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഇപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. മുപ്പത്തിരണ്ട് സെന്റ് ഭൂമിയിൽ 9 നിലകളിലുള്ള പുതിയ ആസ്ഥാന മന്ദിരത്തിന് താഴെ 2 ഭൂഗർഭ നിലകളിലായി 40 വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് സൗകര്യമുണ്ട്. താഴത്തെ 3 നിലകളിലായാണ് ഓഫീസും സമ്മേളന ഹാളും മീറ്റിംഗ് മുറികളും. അതിനു മുകളിൽ നേതാക്കൾക്ക് താമസത്തിനുൾപ്പെടെയുള്ള സൗകര്യമാണ്. ഏറ്റവും മുകളിലത്തെ നിലയിൽ ഭക്ഷണ ഹാളും അത്യാധുനിക ജിമ്മും. ഇരിപ്പിടങ്ങളുടെ നിറം കടും ചുവപ്പാണ്. അത്യാധുനികത തുളുമ്പി നിൽക്കുന്നതും എല്ലാ സൗകര്യങ്ങളും ഉള്ളതുമാണ് പാർട്ടി ആസ്ഥാനത്തിന്റെ ഉൾവശം. അതേസമയം ഹരിതചട്ടം പാലിച്ചാണ് നിർമ്മാണമെന്നും കെട്ടിടത്തിന്റെ 30% സ്ഥലത്ത് മാത്രമേ AC ഒരുക്കിയിട്ടുള്ളൂവെന്നും പാർട്ടി നേതാക്കൾ പറയുന്നു. മാത്രമല്ല, ചീട്ടിത്തുണി തുന്നിയ അണ്ടർവെയറും കോട്ടൺ മുണ്ടും ഉടുത്ത് കെട്ടിട നിർമ്മാണത്തിൽ കൈവന്ന നവ ലിബറൽ ശൈലിയെ പരമാവധി മിനിമൈസ് ചെയ്യാൻ ശ്രമിക്കും. പൊതുമേഖലാ സ്ഥാപനമായ റബ്കോയുടെ ഫർണിച്ചറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പുതിയ ആസ്ഥാനത്തിനായി 6.5 കോടി രൂപ ചിലവാക്കിയാണ് പാർട്ടി സ്ഥലം വാങ്ങിയത്. നിലവിലെ ആസ്ഥാന മന്ദിരത്തിന് മുന്നിൽ AKG സെന്റർ എന്ന ബോർഡില്ലെങ്കിലും പുതിയ മന്ദിരത്തിന് മുന്നിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും പേര് സ്ഥാപിച്ചിട്ടുണ്ട്. പുതിയ AKG സെന്റർ നമുക്കൊന്ന് ഓടിച്ചു കാണാം. CPI-യുടെ ആസ്ഥാന മന്ദിരമായ MN സ്മാരകവും ഒട്ടും മോശമല്ല. ഇപ്പോൾ പണിഞ്ഞില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും തങ്ങൾക്ക് ഇത് നടക്കില്ല എന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരും ആസ്ഥാന മന്ദിരം അടിപൊളിയാക്കി. ഇനി നമുക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആസ്ഥാന മന്ദിരമായ മാരാർജി ഭവൻ ഒന്ന് കാണാം. ഒരൊറ്റ MLA-മാർ പോലും ഇല്ലെങ്കിലും ഭാവി മുഖ്യമന്ത്രിക്ക് വരെയുള്ള ഓഫീസ് സംവിധാനം അവർ ഒരുക്കി കഴിഞ്ഞു. ശുഭാപ്തി വിശ്വാസം എന്ന് പറയുന്നത് ഇതാണ്, ഇങ്ങനെയായിരിക്കണം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അരനൂറ്റാണ്ടിലധികം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന ആസ്ഥാന മന്ദിരമായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഇന്ദിരാഭവനാണ്.
ഇത്രയും ദാരിദ്ര്യം പിടിച്ച ഒരു സെറ്റപ്പ് ഈർക്കിലി പാർട്ടികൾക്ക് പോലും ഉണ്ടോ എന്നറിയില്ല. ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരന്മാരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. കൊങ്ങികൾ അടപടലം വെട്ടി വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ കമ്മികൾ ഒരു 25% പാർട്ടിയുടെയും പാർട്ടി ഘടകങ്ങളുടെ സ്ഥാവര ജംഗമ വസ്തുക്കളുടെയും വളർച്ചയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ ഹൈക്കമാൻഡ് എന്നൊക്കെയുള്ള വായ്ത്താരികൾ മാത്രമേ ഉള്ളൂ കോൺഗ്രസിന്. ഇന്ദിരാഭവൻ കണ്ടാലും. ഭരണമുള്ള സമയത്ത് തിരുവനന്തപുരം MLA ഹോസ്റ്റലിന് സമീപം കൈരളി TV-ക്കും കണ്ണായ സ്ഥലത്ത് ആസ്ഥാന മന്ദിരമുണ്ടാക്കി. അതുപോലെ തമ്പാനൂരിലെ ദേശാഭിമാനിയുടെ ഓഫീസും ഏറ്റവും അത്യാധുനിക സംവിധാനങ്ങളുള്ള ഒരു കെട്ടിടമാണ്. അതേസമയം ജയ് ഹിന്ദിന്റെയും വീക്ഷണത്തിന്റെയും അവസ്ഥ കണ്ടാൽ പിച്ചക്കാരൻ പോലും തൊട്ടിട്ട് കൊടുക്കും. നമ്മുടെ അത്യാധുനിക ആസ്ഥാന മന്ദിരം കണ്ട് സർവ്വലോക തൊഴിലാളികളെ സന്തോഷിച്ചാട്ടെ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. AKG സെന്ററിന്റെ ഉദ്ഘാടന പരസ്യം കണ്ട് ഒരു സുഗ്രീവൻ പറഞ്ഞത് ഈ കെട്ടിടത്തിന് AKG സെന്റർ എന്നല്ല പിണറായി വിജയൻ സെന്റർ എന്നായിരുന്നത്രേ പേര് ഇടേണ്ടിയിരുന്നത്. കാരണം AKGയെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.